എന്നാലും ഞാൻ ചോദിക്കുക, കറക്റ്റായിട്ട് കഴിക്കണം. ഫുഡിനോട് ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. കഞ്ഞിയും പയറും ചമ്മന്തി അങ്ങനെയൊക്കെ കഴിക്കും. പക്ഷെ ഞാൻ പറയും, നമ്മളിങ്ങനെ രാവിലെ എണീറ്റ് ഷൂട്ടിങ്ങിന് പോയി രാത്രിയിലേ വരുന്നേ, അപ്പോൾ ഭക്ഷണമൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളെ ബോഡി വീക്കാവില്ലേ, അതിങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് കൂടുതൽ ഇങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്, പുറത്ത് പോയി കഴിക്കാറൊക്കെ ഉണ്ട്, കഴിക്കാറില്ലെന്നല്ല, കഴിക്കേണ്ടി വരുമല്ലോ. പക്ഷെ കൂടുതൽ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടോ വെച്ചാൽ അതുമില്ല. ഞാനിങ്ങനെ ചിലപ്പോ മ്യൂസിക് കേട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കുറെ ടൈം അങ്ങ് പോകുമ്പോ അങ്ങനെ കഴിക്കാറുണ്ട്. ഇനിയിപ്പോ വൈകുന്നേരം, ഇനിയിപ്പോ രാത്രി കഴിക്കാൻ അങ്ങനെയാണല്ലേ? അത് പറ്റില്ല. നമ്മള് ഏകദേശം ഒരു ഇതല്ലേ. പക്ഷെ ഇപ്പൊ ഞാനത് പറയില്ല, അല്ല. ഇനി ചേട്ടന് പറയാനുണ്ടോ? ചേച്ചി ഓൾറെഡി പറഞ്ഞു. ചേച്ചി ചില സമയത്ത് ഇങ്ങനെ ഷൂട്ടിന് ചിലപ്പോ ഇങ്ങനെ ഇന്നിനി പോകണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാനാണ് പറയണേ, അപ്പൊ ഞാൻ തിരിച്ച് മോട്ടിവേറ്റ്, എന്നെ പല കാര്യങ്ങളും മോട്ടിവേറ്റ് ചെയ്യാറുണ്ടല്ലോ, തിരിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചേച്ചി പെട്ടെന്ന് ചിലപ്പോ ദേഷ്യമൊക്കെ വരാറുണ്ട്. സ്വാഭാവികം. പക്ഷെ ആ ദേഷ്യം എത്ര മിനിറ്റ് നേരത്തേക്കെന്ന് ചോദിക്കും. എത്ര മിനിറ്റ് നേരത്തേക്കാ? കുറച്ച് നേരത്തേക്ക്. അപ്പൊ തന്നെ ഞാൻ തന്നെ കോംപ്രമൈസ് ചെയ്യും. അപ്പോഴേക്കും ഞാൻ മറന്നു പറയാനുള്ളത് പറഞ്ഞു തീർന്നാ പിന്നെ തീർന്നു. അപ്പൊ ചേട്ടാ, ഫുഡ് ഒക്കെ കറക്റ്റ് സമയത്ത് കഴിച്ചോളണം കേട്ടല്ലോ. ചേച്ചിയുടെ റിക്വസ്റ്റ് ആണത്. ഓക്കെ. അപ്പൊ ഞാൻ മൂവിയിലെ കുറച്ച് ആളുകളുടെ പേര് പറയാം, അപ്പൊ അവരെ കുറിച്ചുള്ള നല്ലൊരു മെമ്മറി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ആദ്യം ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. മമ്മൂക്ക. ഞാന് മമ്മൂക്ക നേരിട്ട് കാണുന്നത് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ്. ഞാനതില് മതിലുകളെന്ന് മമ്മൂക്ക ചെയ്തിരുന്ന മതിലുകളുടെ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു സോളോ പെർഫോമൻസ് എനിക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാനായിട്ട് അന്ന് പറ്റിയായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ മറിമായൊക്കെ കഴിഞ്ഞിട്ട് കമൽ സാറിൻ്റെ മൂവിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമല്ലോ, നമുക്ക് എല്ലാവരും പറയുന്ന പോലെ വളരെ എന്താണ് ടഫായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന്. നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം നമ്മളടുത്തിരിക്കുമ്പോൾ സംസാരിക്കാറൊക്കെ ഉള്ളത്. വളരെ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആക്കി നമ്മളെ ആ ഒരു വർക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നിൽക്കുമ്പോൾ ടെൻഷനൊക്കെ തോന്നാം. നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണല്ലോ, അപ്പം നമുക്കറിയാണ്ട് അദ്ദേഹം ഇത്രയും സൗഹൃദപരമായിട്ട് സംസാരിക്കുമെങ്കിൽ പോലും നമുക്ക് അറിയാതെ ഇങ്ങനെ ഒരാള് നമ്മുടെ മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യാണല്ലോ, അദ്ദേഹത്തോടൊപ്പം ആണല്ലോ നമ്മൾ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ടെൻഷനൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ എങ്കിലും ആ സമയത്തൊക്കെ അദ്ദേഹം നമ്മളെ കംഫർട്ടബിൾ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു ഇതിലോട്ട് ആ വർക്കിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്നേഹ ശ്രീകുമാർ സിനിമയിലും സീരിയലും ഒക്കെ സജീവമാണ്. നടി ശ്രീകുമാറാണ് സ്നേഹയുടെ ഭർത്താവ്. അടുത്തിടെയാണ് സ്നേഹയ്ക്ക് കുഞ്ഞു ജനിച്ചത്. മകന് ഗുരുവായൂരിൽ ചോറൂണ് നടത്തുകയും ചെയ്തു സ്നേഹയും ശ്രീകുമാറും ഒന്നിച്ച്. ഇപ്പോൾ ഇവർക്കിടയിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇവർക്കിടയിലെന്ന് പറയാൻ പറ്റില്ല, ശ്രീകുമാറും സ്നേഹയും ഒരുപോലെ അഭിനയത്തിൽ സജീവമായ താരങ്ങളാണ്. ഉപ്പുമുളകും സീരിയൽ രണ്ടാമത് ആരംഭിച്ചപ്പോഴാണ് ശ്രീകുമാർ അതിൽ സജീവമായി എത്തിയത്. എന്നാൽ ഈയിടെയായി സീരിയലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശ്രീകുമാറിനും ബാലുവിനും, അതായത് ബിജു സോപാനത്തിനും എതിരെ ഒരു നടി, സീരിയലിൽ തന്നെ അഭിനയിക്കുന്ന ഒരു നടി ലൈംഗികാരോപണ പരാതിയുമായി എത്തുകയും ചെയ്തു. തുടർന്ന് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ പോലീസ് കേസൊക്കെ എടുത്തിരിക്കുകയാണ്. എന്നാൽ ഭർത്താവിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സ്നേഹ മുമ്പോട്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇവർ ഒന്നിച്ചുള്ള ചില വീഡിയോകളും ഇന്റർവ്യൂസും ഒക്കെയാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ ഷോയ്ക്ക് പുറമെ സ്നേഹ മറിമായത്തിലും വേഷമിടുന്നതിനാൽ പ്രേക്ഷകരുടെ സജീവ ശ്രദ്ധയിലുള്ള നടിയുമാണ് സ്നേഹ. സമൂഹ മാധ്യമത്തിൽ സജീവമായി ഇടപെടുന്ന താരങ്ങളുടെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധയാകർഷിക്കാറുമുണ്ട്. സ്നേഹ പ്രസവ സമയത്തെക്കുറിച്ച് പറഞ്ഞത് ചർച്ചയായിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയാണ് നടി സ്നേഹ ഇതേക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചത്. ഡോക്ടർ നിർദ്ദേശിച്ച സമയത്ത് അഡ്മിറ്റ് ആകാൻ തന്നെ ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ എത്തിയപ്പോൾ പ്രസവ വേദന വരാനുള്ള ഇഞ്ചക്ഷൻ തന്നുവെന്നും നടി സ്നേഹ വെളിപ്പെടുത്തിയിരുന്നു. വയറൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. അതിനാൽ പിന്നീട് കഴിക്കാനൊന്നും തരില്ലെന്നായിരുന്നു താൻ വിചാരിച്ചത്. പൊതുവെ അങ്ങനെ വിശപ്പ് സഹിക്കുന്നയാളല്ല താനെന്നും സ്നേഹ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വേദനയുണ്ടായപ്പോൾ കുഞ്ഞിന്റെ തല കാണുന്നുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു.
ഗർഭിണിയായിരുന്നു സ്നേഹ. കുഞ്ഞിന് ശരീരഭാരം കൂടിയതിനാൽ പുറത്തേക്ക് വരാൻ പ്രയാസമുണ്ടെന്നും സിസേറിയൻ വേണ്ടിവരുമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചപ്പോൾ ചെയ്തോളൂ എന്ന് സമ്മതിക്കുകയായിരുന്നു എന്ന് സ്നേഹ പറയുന്നുണ്ട്. മകനെ പുറത്തെടുത്തതും എല്ലാം മനസ്സിലായിരുന്നു എന്നും സ്നേഹ പറഞ്ഞു. മകൻ കേദാർ ഒരു സീരിയലിൽ ആദ്യമായി വേഷമിട്ടതും സ്നേഹ വെളിപ്പെടുത്തിയപ്പോൾ പ്രേക്ഷകർ സ്നേഹത്തോടെ ഏറ്റെടുത്തിരുന്നു. പ്രസവ സമയത്ത് തനിക്കുണ്ടായിരുന്ന മൂഡ് സ്വിങ്സിനെ പറ്റിയൊക്കെ സ്നേഹ പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു. ഗർഭിണിയായി ആ സമയത്തുണ്ടായിരുന്ന എല്ലാ പ്രോഗ്രാമുകളും സ്നേഹ ചെയ്തിരുന്നു. കാരണം ആക്സിഡന്റൽ പ്രഗ്നൻസി ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെയാണ് സ്നേഹ ഗർഭിണിയാണെന്ന് അറിയുന്നത്. 12 ആഴ്ചയോളമായ ശേഷമാണ് ഗർഭിണിയാണ് എന്ന വിവരം ഇവർ അറിയുന്നത്. ആ സമയത്തേക്ക് കുറേയേറെ പ്രോഗ്രാമുകൾ, 1 വർഷത്തേക്കോ 2 വർഷത്തേക്കുള്ള പ്രോഗ്രാമുകളൊക്കെ ബുക്ക് ചെയ്തിരുന്നു. മറിമായം ടീമിനൊപ്പമുള്ള പ്രോഗ്രാമുകൾ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ലായിരുന്നു. ഈ സമയത്ത് ഗർഭിണിയായി എയർലൈൻസ് ട്രാവൽ ചെയ്യരുത് എന്ന് പറയുന്ന സമയം വരെയും സ്നേഹ നിറവയറിൽ തന്നെ ഈ യാത്രകളൊക്കെ ചെയ്തു, പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചിരുന്നു. തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്, ചില സമയങ്ങളിൽ ഷൂട്ടിനൊന്നും പോകാൻ മടിയാണ്, തോന്നാറില്ല. ഇതൊക്കെയാണ് തന്റെ നെഗറ്റീവ്സ് എന്ന് സ്നേഹ പറയുന്നുണ്ട്. രാജമാറ്റിയാഹു എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു കോഴിക്കോട്. മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടിട്ട് അങ്ങനെയും കുറേ ദിവസം നീണ്ടു. അപ്പോൾ ആദ്യത്തെ തവണയ്ക്ക് നമ്മൾ കാണുമ്പോഴത്തേക്കും അല്ല എങ്ങനെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിൽ ആസിഫും ഇവര് ഭയങ്കര കൂട്ടാണ്, അവർ രണ്ടാളും എപ്പോഴും അവർ രണ്ടാളും ഒന്നിച്ച് ഭയങ്കര തമാശയൊക്കെ പറയണതൊക്കെ കാണാം. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളായിട്ടൊക്കെ ഭയങ്കര കൂട്ടായ ആള്. പിന്നെ പുള്ളിയുടെ വൈഫും വരും. പിന്നെയുള്ള ഇതെന്താ വെച്ചാല് നമ്മള് ദംഷറാസ് കളിക്കുക, അല്ലെങ്കിൽ സിനിമയുടെ പേര് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ട് അത് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കില്ലേ, അതായിരുന്നു നമ്മുടെ മെയിൻ കളി. അത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് എങ്ങനെയത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അത് അങ്ങനെ ആയി ഭയങ്കര ഒരു എല്ലാവരും അങ്ങനെ. അനുശ്രീ ആയിരുന്നു, അനുശ്രീ. പിന്നെ നിക്കി മാത്രമാണ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിക്കിക്ക് പെട്ടെന്ന് നിക്കിയുടെ പോർഷൻസ് തീർക്കേണ്ടത് കൊണ്ട് നിക്കിക്ക് മാത്രം അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ബാക്കി സെറ്റിലുള്ള എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉണ്ട് ഷാജിൻ ചേട്ടൻ, ആസിഫ്, ചാക്കോച്ചൻ വളരെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ള ഒരാളാണ്. ഓക്കെ, രാജുവേട്ടൻ. ഇല്ല, ഞങ്ങള് വളരെ എന്താണ്, അദ്ദേഹം വളരെ ഫ്രണ്ട്ലി തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ആ ദിവസങ്ങളൊക്കെ വർക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പോകുന്ന ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ട് ചേട്ടന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? ശരിയാ, പൊതുവെ കേട്ടിട്ടുണ്ട് രാജുവേട്ടനും കുറച്ചുകൂടെ ഒന്ന് റിസർവ്ഡ് ആണ്, അധികം സംസാരിക്കൊന്നും ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ആസിഫ് അലി. ആസിഫ് അലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അങ്ങനെ തന്നെയായിരുന്നു സെറ്റില്. ആദ്യത്തെ ഒരു 2-3 ദിവസമാണ് എൻ്റെ ഒരു ഉൾവലിവ് എനിക്കുണ്ടായിരുന്നത്. അവർക്ക് അതൊന്നും ഇല്ല. പിന്നെ ആസിഫ് ആ സമയത്താണ് എന്ത് ബൈക്കാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ബൈക്കൊക്കെ കൊണ്ടുവന്ന് രാത്രി ചാക്കോച്ചനും കൂട്ടി കറങ്ങാൻ പോവാ. ആൾക്ക് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ അന്നാണ് ആദ്യമായിട്ട് നേരിട്ട് മിനി കൂപ്പർ കാണുന്നത്. ആസിഫ് കൊണ്ടുവന്നിട്ട് മിനി കൂപ്പർ പുതിയതാതൊക്കെ കൊണ്ടിട്ട് അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ പറയായിരുന്നു. കണ്ണൂര് ആണല്ലോ, അപ്പോൾ അവിടെ നല്ല ഭക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണ. ലാലേട്ടൻ എങ്ങനെയാ ചേച്ചി? ലാലേട്ടൻ അത് എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. കാര്യം ഞാൻ സിനിമ അല്ല, ഞാൻ ആദ്യം നാടകമാണ് ചെയ്തത്. അപ്പോൾ നാടകത്തിന്റെ റിഹേഴ്സൽ ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ചമയങ്ങളും ഇല്ലാതെയാണ് ആളെ കാണുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ, പുള്ളി എന്ന് പറയുന്ന ആക്ടർ, എല്ലാം നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. എൻ്റെ അടുത്ത് കൂടുതലും സംസാരിച്ചിരിക്കുന്നത് കഥകളിയെ കുറിച്ചായിരുന്നു. പുള്ളി വാനപ്രസ്ഥം ചെയ്തത് കൊണ്ട് തന്നെ കഥകളി ആൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ എങ്കിലും വാനപ്രസ്ഥത്തിന് വേണ്ടി പഠിക്കാൻ പറ്റിയത് ഭാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്.